ശരിയാണ് ശ്രീ ബി സത്യൻ. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് മുട്ടിലിഴഞ്ഞു എന്നുള്ളതാണല്ലോ. ട്രംപിന് മുന്നിൽ ഇന്ത്യ കീഴടങ്ങി അല്ലെങ്കിൽ മോദി കീഴടങ്ങി എന്നുള്ളതാണല്ലോ പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് അങ്ങനെ പറയുവാൻ കഴിയുക? ഈ ഒറ്റ കാര്യമേ ഉള്ളൂ, റഷ്യയിൽ നിന്ന് ക്രൂഡ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തും എന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനം ശരിയാണെങ്കിൽ, പക്ഷെ അങ്ങനെ ശരിയാണെന്ന് എന്ത് തെളിവാണ്, എന്ത് രേഖയാണുള്ളത്? മഞ്ജുഷ, ഇത് തന്നെയാണ് അടിസ്ഥാനപരമായ പ്രശ്നവും. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആണിക്കൽ എന്ന് പറയുന്ന ട്രാൻസ്പെറൻസിയാണ്. ഈ ട്രാൻസ്പെറൻസി ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. ഇപ്പം ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെ ഒരു ഔദ്യോഗിക ട്വീറ്റ് നടത്തുകയാണ്. അദ്ദേഹം പറയുന്നു, ഇന്ത്യ US ഡീൽ നടന്നു. ഈ ഡീലിനകത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ തീരുവ 18% കുറച്ചു. എന്നാൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ തീരുവ 0 അതോടൊപ്പം തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന നിർത്തും, വെനസ്വേലൻ ഓയിൽ വാങ്ങിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുമ്പോൾ ഇതിനകത്ത് ഇന്ത്യയുടെ പ്രതികരണം എന്താണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഈ സംഭവത്തിന് നരേന്ദ്രമോദി അദ്ദേഹവുമായി ഫോൺ സംഭാഷണം നടന്നു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം പ്രധാനമന്ത്രി ഈ ഡീലിന്റെ വിശദാംശങ്ങളെ കുറിച്ച് യാതൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി വൈകിട്ട്. അതെ, അപ്പം ഇതിനകത്ത് ഞാൻ രാവിലത്തെ കഥയാണ് പറയുന്നത്. അപ്പം ഈ ഒരു സംഭവം ഡൊണാൾഡ് ട്രംപ് ഇതുപോലൊരു പ്രസ്താവന നടത്തി ഏതാണ്ട് 24 മണിക്കൂറിന് ശേഷമാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറാവുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ 18% അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ തീരുവ ഏർപ്പെടുത്തുന്നു. തിരിച്ച് 0 തീരുവ തിരികെ ഏർപ്പെടുത്തും. ഇത് എങ്ങനെയാണ് നമ്മുടെ വിജയമാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഏത് തരത്തിലാണ് നമ്മുടെ വിജയമായിട്ട് വ്യാഖ്യാനിക്കപ്പെടേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ വെനസ്വേലയുടെ കേസും അല്ലെങ്കിൽ റഷ്യയുടെ ഓയിൽ വാങ്ങുന്നു എന്നുള്ള കേസും എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു പരിധി വരെ ട്രംപ് മുന്നോട്ട് വെക്കുന്ന, അതായത് അദ്ദേഹത്തിന്റെ അടവ് നയങ്ങളുടെ ഭാഗമായിട്ട് അഡ്വാൻസ് ആയിട്ട് മുന്നോട്ട് വെക്കുന്ന ചില പരിപാടികളാണ്. ഇന്ത്യ അതിനകത്ത് വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അത്തരം ഒരു സംഭവം നടന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദീർഘകാല സഖ്യകക്ഷിയായ റഷ്യയെ നിലവിലെ സാഹചര്യത്തിൽ പിണക്കാൻ ഇന്ത്യക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം ട്രംപിനെ പോലെ ഒരു ഭരണാധികാരിയുടെ കൂടെ നിന്നതിന്റെ ദോഷഫലങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനകം അനുഭവിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി റഷ്യയെ വിട്ടുകൊണ്ട് അമേരിക്കൻ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് പ്രതീക്ഷിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ താരിഫിനകത്തുള്ള ഈ ഒരു വലിയ വ്യത്യാസമുണ്ടല്ലോ. അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അവിടെ ഇറക്കുമ്പോൾ അതിന് 18% തീരുവ, അതായത് അമേരിക്കക്കാർ അത്രയും കൂടുതൽ അധികം പൈസ കൊടുത്ത് വേണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ അങ്ങോട്ടുള്ള കയറ്റുമതി അത് ബാധിച്ചിരിക്കും. അതേസമയം തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഫ്രീ ആയിട്ട് വളരെ വില കുറഞ്ഞ് ഇഷ്ടം പോലെ സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിനെ ഇന്ത്യയുടെ വിജയം എന്നാണ് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത്. ഓക്കെ, മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറയുന്ന യൂറോപ്യൻ യൂണിയന്റെ ഡീലിന്റെ ാത്ത് അത്തരം ഒരു ഡീല് വളരെ അത്യാവശ്യമായിരുന്നു ഒരു പരിധി വരെ. പക്ഷെ അതിന്റെ ദോഷഫലങ്ങൾ ഇതിനെയും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ അതിന് എന്തെല്ലാം ദോഷഫലങ്ങൾ ഉണ്ടായാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരു അത്യാവശ്യമാണ്, ചരിത്രപരമായ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ നിലവിൽ ഒരു റോഗ് നേഷനായി മാറിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണാധികാരിയുടെ മുന്നിൽ മറ്റ് ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണം. അതിന് ചില കൊടുക്കൽ വാങ്ങലുകൾ വളരെ അത്യാവശ്യമാണ്. അതിന് ദോഷം ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാം. പക്ഷെ എന്തെങ്കിലും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അമേരിക്കയുമായി ഏറ്റവും പ്രധാനപ്പെട്ടത് കാർഷിക മേഖലയിലാണല്ലോ. ആ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് കേന്ദ്രമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോഴും പീയൂഷ് ഗോയൽ കണ്ടപ്പോഴും ആ കാര്യം പറയുകയുണ്ടായി. കാർഷിക ഉൽപ്പന്നങ്ങൾ, പിന്നെ ക്ഷീരോൽപ്പന്നങ്ങൾ, ഇതൊന്നും ഈ പരിധിയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ കർഷകരെ ബാധിക്കില്ല. അതെ, യൂറോപ്യൻ യൂണിയനുകളുടെ കരാറിൽ അഗ്രികൾച്ചറിലെ ചില ഏരിയകൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് നല്ലതാണ്. പക്ഷേ ഭാവിയിൽ അതും തുറന്നു കൊടുക്കപ്പെടാം. അത് ഓക്കെ, ചില കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ലോകം ഒരു ഒറ്റ മാർക്കറ്റായി മാറുന്ന ഈ കാലത്ത് ചില കാര്യങ്ങളിൽ നമുക്ക് പിന്നോക്കം നിൽക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. പക്ഷേ എങ്കിലും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. ഇപ്പൊ നിലവിലെ ഏറ്റവും വലിയ പ്രതിസന്ധി മഞ്ജുഷ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗവൺമെന്റിന്റെ ട്രാൻസ്പെറൻസി ഇല്ലായ്മയാണ്. എന്തുകൊണ്ടാണ് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരു വലിയ പ്രൊപ്പഗാണ്ടയ്ക്ക് അവസരം കൊടുത്തുകൊണ്ട് ഇപ്പൊ ഇന്ത്യയിലെ ഒരു പൊതുസ്ഥിതി എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നരേന്ദ്രമോദി മറിഞ്ഞു വീണാൽ അദ്ദേഹത്തെ പോലെ മനോഹരമായിട്ട് ആർക്കാണ് മറിഞ്ഞു വീഴാൻ പറ്റുക? അദ്ദേഹം ചാടി എഴുന്നേറ്റാൽ അദ്ദേഹത്തെ പോലെ ചാടി എഴുന്നേക്കാൻ ആർക്കാണ് പറ്റുക എന്ന് പറയുന്ന ഒരു ഭക്തരുടെ ഒരു വലിയ പ്രൊപ്പഗാണ്ടയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് വസ്തുനിഷ്ഠമായിട്ടോ യാഥാർത്ഥ്യബോധത്തോടെയോ ഒരു കാര്യങ്ങളും ഇന്ത്യയിൽ ഇന്ന് വിലയിരുത്തപ്പെടുന്നില്ല. പോലും വിമർശന വിധേയമായിട്ടുണ്ട്. ശ്രീ പണിക്കർ അതും കണ്ടു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.